ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം അനുപമ മിസ് ആണ്. എക്സാമിന്റെ തൊട്ടടുത്തെത്തിക്കഴിഞ്ഞു നമ്മളെല്ലാവരും. നമുക്ക് 3.5 ചാപ്റ്ററോളം പഠിക്കാനുണ്ട്. ഈ ചാപ്റ്ററുകളെല്ലാം തന്നെ അത്യാവശ്യം വലിപ്പമേറിയ ചാപ്റ്റേഴ്സുമാണ്. അപ്പൊ ഇതൊക്കെ ആലോചിക്കുന്ന സമയത്ത് എൻ്റെ കുട്ടികൾക്ക് ഒരല്പം ടെൻഷൻ ഉണ്ടാവും. പക്ഷെ അത്തരത്തിൽ യാതൊരുവിധ ടെൻഷനും വേണ്ട മക്കളെ. നമ്മുടെ ക്ലാസ്സുകൾ ഗംഭീരമായിട്ട് നമ്മളെല്ലാവരും മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം മെഗാ മാരത്തോണും നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടാവും. സോ ഇന്ന് മിസ് ഇപ്പൊ വന്നിരിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ്. നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ് ഹ്യൂമൻ ബോഡി, എ വണ്ടർ, ഡൈജഷൻ ആൻഡ് റെസ്പിറേഷൻ. അപ്പൊ നമ്മൾ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചും അതേപോലെ തന്നെ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ കുറിച്ചുമാണ്. അതായത് ശ്വസനാവയവങ്ങളെ കുറിച്ച്, അതേപോലെ തന്നെ ദഹനത്തിന് നമ്മളെ സഹായിക്കുന്ന കുറേ ഭാഗങ്ങളുണ്ട് അല്ലെ, ആ ഭാഗങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാന ഭാഗങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് കുട്ടികൾ അധികം ശ്രദ്ധിക്കാത്ത ഒരു ടോപ്പിക് ആണ് ഡൈവേഴ്സിറ്റി ഇൻ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യ ഭാഗമൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചു പോകും, ചിലപ്പോൾ നമുക്ക് അതിൽ നന്നായിട്ട് സ്കോർ ചെയ്യാനും പറ്റും. പക്ഷെ ഈ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ അല്ലെ, വൺ വേർഡ് ഇഷ്ടം പോലെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. പക്ഷെ എന്ത് ചെയ്യും, നമ്മൾ പെട്ടെന്ന് ആ ഒരു ശ്രദ്ധയില്ലായ്മയിൽ അല്ലെ ചിലപ്പോൾ അത് പഠിക്കാതെ അങ്ങ് പോകും. അപ്പൊ അങ്ങനെ ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് വരാൻ വേണ്ടി പാടില്ല. USSനായാലും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മിസ് നിങ്ങളെ ഇന്ന് പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി നമ്മൾ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്, എന്നാലും മറന്നു പോകരുത്. ഡൈവേഴ്സിറ്റി ഇൻ റെസ്പിറേഷൻ, ശ്വസനത്തിലെ വൈവിധ്യം. അപ്പൊ എന്താണ് ശ്വസനം അഥവാ റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു ജീവി അല്ലെ അതിന്റെ ചുറ്റുപാടിൽ നിന്ന് ഓക്സിജനെ ഇൻടേക്ക് ചെയ്യുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുകയും ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ ശ്വസനം അഥവാ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ലോകത്ത് അല്ലെ പല തരത്തിലുള്ള ജീവികളുണ്ട്. ഈ ജീവിയെ തന്നെ ഒന്ന് നോക്കിക്കേ അല്ലെ, ഏതാണ് ആ ജീവി? കാണാൻ പറ്റുന്നില്ലേ? ഇതാണ് പാരമീസിയ അല്ലെ. അപ്പൊ പാരമീസിയത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പാരമീസിയം ടേക്സ് ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ ദ സറൗണ്ടിങ് വാട്ടർ ത്രൂ ദ സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കോശസ്തരമാണ് അവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, അതിന്റെ റെസ്പിറേറ്ററി ഓർഗൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ പാരമീസിയത്തിന്റെ കോശസ്തരം എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? പുറന്തള്ളുകയും, അതായത് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ഒക്കെ ചെയ്യുന്നത് എന്ത് വഴിയാ? കോശസ്തരം വഴിയാണ്. അടുത്തത് ഏതാ നോക്കിക്കേ, ഇത് ഏത് ഓർഗാനിസം ആണ്? ഇതാണ് നമ്മുടെ കർഷകന്റെ മിത്രം എന്ന് പറയുന്ന നമ്മുടെ മണ്ണിര അല്ലെ. മണ്ണിരയെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്കറിയാം, മണ്ണിരയുടെ തൊലി എന്ന് പറയുന്നത് ഭയങ്കര എന്താണ്, മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള സ്കിൻ ആണ്. സോ ദ റെസ്പിറേറ്ററി ഓർഗൻ ഓഫ് ദ എർത്ത് വർം ഈസ് ദ മോയിസ്റ്റ് സ്കിൻ. അപ്പോ നമ്മുടെ ഈർപ്പമുള്ള ത്വക്കാണ് മണ്ണിരയുടെ ശ്വസനാവയവം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നോക്കുക, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഫിഷൊക്കെ അമ്മ ചിലപ്പോൾ മുറിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ മീനിന്റെ ഈ ഗിൽസ് അഥവാ ശകുലങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താ മീനിന് ഈ ഒരു ശകുലങ്ങൾ കൊണ്ടുള്ള ഉപയോഗം? അതിന്റെ റെസ്പിറേഷന് സഹായിക്കുന്ന ഓർഗനാണ് ഈ ഗിൽസ് അഥവാ ശകുലങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ആളാരാണ്? ഇതാണ് നമ്മുടെ തവള അല്ലെ, ഫ്രോഗ്. They can respire through lungs when they are on land and through skin when they are in water. അപ്പോ നമ്മുടെ ഈ ഒരു തവളയുടെ പ്രത്യേകത എന്താ? തവള ഒരു ഉഭയജീവിയാണ് അല്ലെ. അതായത് അതിന് വെള്ളത്തിലും ജീവിക്കാൻ പറ്റും, കരയിലും ജീവിക്കാൻ പറ്റും. കരയിൽ ജീവിക്കുന്ന സമയത്ത് ഏതാണ്? ലങ്സ് അല്ലെ, ശ്വാസകോശം വഴിയായിരിക്കും. ഇനി വെള്ളത്തിലാവുമ്പോൾ അത് ത്വക്കിലൂടെ ആയിരിക്കും ശ്വസനം നടത്തുക. അടുത്തത് ആരാണ്? അടുത്തത് നമ്മുടെ സ്പൈഡർമാൻ അല്ലെ. യെസ്, സ്പൈഡർ ആണ്. സ്പൈഡറിൻ്റെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഒരുപാട് പ്രാവശ്യം USS എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സ്പൈഡറിന്റെ ശ്വസനാവയവം ഏതാണ്? റെസ്പിറേറ്ററി ഓർഗൻ ഓഫ് സ്പൈഡർ ഏതാണെന്ന് അറിയാമോ? ബുക്ക് ലങ്സ്. ലങ്സ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ബുക്ക് ലങ് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. 1 മാർക്കിനും മാച്ച് ദ ഫോളോയിങ്ങിലും ഒക്കെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ എല്ലാവരും പഠിച്ചു വെക്കുക. എന്റെ എല്ലാ കുട്ടികൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എക്സാം അടിപൊളിയായിട്ട് എഴുതാം. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.